അങ്ങനെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ വളരെ നിർണായകമായ ഒരു ഇടപെടൽ നടത്താൻ പോവുകയാണ് നമ്മുടെ ഇന്ത്യ. നമുക്കറിയാം, റഷ്യയുമായി കാലങ്ങളായി മികച്ച സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. എനർജി ഉൽപാദന, ശാസ്ത്ര സാങ്കേതിക, ആയുധ, വ്യാപാര, ടെക്നോളജി രംഗത്തെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിൽ കാലങ്ങളായി ഇടപെടലുകളും ഇടപാടുകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി പുടിൻ രാഷ്ട്രീയമായി പോലും മികച്ച ബന്ധം പുലർത്തിയിരുന്നു. ഈയിടെ റഷ്യയിലും ഉക്രൈനിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് ലോകമാധ്യമങ്ങൾ വൻ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇരു രാജ്യങ്ങളിലെയും മോദിയുടെ സന്ദർശനത്തിന്റെ പൊരുൾ ഇപ്പോഴാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതും പുറത്തു വരുന്നതും. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷത്തിന് പരിഹാരമെന്നോണം മധ്യസ്ഥതയ്ക്ക് ഇന്ന് ലോകത്ത് ഏറ്റവും അർഹതയും അംഗീകാരവുമുള്ള രാജ്യം ഇന്ത്യയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യക്കെതിരെ നിൽക്കുമ്പോൾ അത്തരം രാജ്യങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുവാനുള്ള റോളില്ലാതെ പോവുകയാണ്. പിന്നെയുള്ളത് അമേരിക്കൻ രാജ്യങ്ങളാണ്. ഇതിൽ പല രാജ്യങ്ങളും അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്നതോ മറ്റോ ഒക്കെയാണ്. റഷ്യയുമായി ചർച്ച നടത്താൻ പിന്നെ ഉക്രൈനു കൂടി സ്വീകാര്യമായ രാജ്യം ഇന്ത്യയാണ്. ഈ അവസരം പുടിനും സെലൻസ്കിയും ഒരുപോലെ ആഗ്രഹിക്കുകയും ഒരുപോലെ ഇരു രാജ്യങ്ങൾക്കും നിർണായകവുമാണ്. ഉക്രൈനെ ആക്രമിക്കുമ്പോഴും ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്ന് നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുണ്ട് റഷ്യ. പക്ഷേ റഷ്യയുടെ ആവശ്യങ്ങൾ അത്രമേൽ വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. ഉക്രൈനെ മറയാക്കി റഷ്യക്കെതിരെ നീങ്ങുന്ന നാറ്റോയുടെയും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെയും ശ്രമങ്ങൾ അവസാനിപ്പിക്കണം എന്നതാണ് റഷ്യയുടെ പ്രധാന ആവശ്യമായി ഉയർന്നു വരിക. ഉക്രൈനെ അമേരിക്കയുടെ സൈനിക താവളമാക്കുവാനുള്ള അമേരിക്കയുടെ താല്പര്യത്തിന് ഉക്രൈൻ സമ്മതം മൂളാതിരിക്കുക, റഷ്യയെ ലക്ഷ്യമാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മിസൈൽ സ്ഥാപിക്കുവാനുള്ള പദ്ധതിയിൽ നിന്നും ഉക്രൈൻ പുറകോട്ട് പോവുക, പഴയ USSRന്റെ ഭാഗമായിരുന്ന ഉക്രൈൻ നാറ്റോയിൽ ചേരുവാനുള്ള ആഗ്രഹത്തിൽ നിന്നും പുറകോട്ട് പോവുക തുടങ്ങിയവയാകും റഷ്യ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. എന്നാൽ ഉക്രൈൻ മണ്ണിൽ നിന്നും റഷ്യ പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കുക, റഷ്യ പിടിച്ചടക്കിയ ഉക്രൈൻ പ്രദേശങ്ങൾ പൂർണ്ണമായും ഉക്രൈന് തന്നെ തിരികെ നൽകുക, ഉക്രൈന്റെ പരമാധികാരത്തിൽ കൈകടത്തുന്ന റഷ്യയുടെ നിലപാടുകൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാകും ഉക്രൈനും മുന്നോട്ട് വെക്കുക. ഇതിൽ ഉക്രൈന്റെ പരമാധികാരത്തിൽ വരുന്നതാണ് തങ്ങളുടെ രാജ്യത്ത് ഏതൊക്കെ രാജ്യത്തിന്റെ സൈനിക താവളങ്ങളും മിസൈൽ സംവിധാനങ്ങളും വേണമെന്നതും തങ്ങൾ ഏത് സഖ്യത്തിനൊപ്പം നിൽക്കുക എന്നതുമൊക്കെ. ഇത് ഉക്രൈൻ ഉന്നയിച്ചാൽ ഈ ചർച്ച ഫലം കാണാതെ പിരിയാനാകും ഇടവരുത്തുക. ഇനി റഷ്യ ഉക്രൈനിൽ നിന്നും പിന്മാറണം എന്ന ആവശ്യത്തിനും ചർച്ച തട്ടി നിൽക്കും. കാരണം റഷ്യ ഉന്നയിച്ച വിഷയങ്ങളിൽ ഉക്രൈൻ എത്ര കണ്ട് മുന്നോട്ട് പോകും എന്ന് റഷ്യക്കറിയാം എന്നതാണ് അതിൻ്റെ കാരണം. ചർച്ചകൾക്കായി ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം എന്നോണം പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയാവും ചെയ്യുക. ശേഷമായിരിക്കും ഉക്രൈൻ പ്രതിനിധികളുമായും ഇരു രാജ്യങ്ങളുമായുള്ള തുടർന്നുള്ള ചർച്ചകൾ ഉണ്ടാവുക. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ചൈനയുടെ പ്രതിനിധികളുമായും വിഷയം ഇന്ത്യ ചർച്ച ചെയ്യും. കഴിഞ്ഞ ജൂലൈയിൽ മോസ്കോ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി ചർച്ച നടത്തിയതിനെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നത് നമുക്കറിയാം. തുടർന്ന് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി ഉക്രൈനിലെത്തുകയും സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സംവാദവും നയതന്ത്രവും മാത്രമാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗമെന്നാണ് സെലൻസ്കിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപദേശിച്ചത്. ചൈന, ഇന്ത്യ, ബ്രസീൽ എന്നീ രാജ്യങ്ങളുമായി മാത്രമേ ഏതെങ്കിലും തരത്തിൽ റഷ്യ സമാധാന ചർച്ച നടത്തുകയാണെങ്കിൽ ചർച്ച നടത്തുകയുള്ളൂ എന്നായിരുന്നു പുടിന്റെ പക്ഷം. ഈ രാജ്യങ്ങളുമായി റഷ്യക്ക് വിശ്വസനീയമായ ബന്ധമുണ്ടെന്നായിരുന്നു പുടിൻ പറഞ്ഞത്. 2023 മാർച്ചിൽ തുർക്കിയുടെ മധ്യസ്ഥതയിൽ ഇസ്താംബൂളിൽ വെച്ച് റഷ്യയും ഉക്രൈനും തമ്മിൽ ആദ്യത്തെ ഒരു സന്ധി സംഭാഷണം നടക്കുന്നുണ്ട്. ചർച്ചയുടെ ഫലമായി കീവിൽ നിന്നും റഷ്യ അവരുടെ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചർച്ചയിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ നിന്നും ഉക്രൈൻ പിറകോട്ട് പോയി എന്നാണ് റഷ്യ ആരോപിച്ചത്. ഈ ആരോപണത്തിൽ നിന്നാണ് റഷ്യ കൂടുതൽ ശക്തമായ ആക്രമണങ്ങളുമായി ഉക്രൈനെതിരെ രംഗത്ത് വരുന്നത്. ഇരു രാജ്യങ്ങൾക്കിടയിലെയും വിഷയങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് ജർമ്മനിയും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉക്രൈന് സൈനിക സഹായം നൽകണമോ എന്ന ഹിതപരിശോധന ജർമ്മനി നടത്തിയപ്പോൾ ഈ വിഷയത്തിൽ ജർമ്മനി പക്ഷം ചേരരുതെന്ന അഭിപ്രായത്തിനായിരുന്നു മുൻഗണന ലഭിച്ചത്. 74% പേരും ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചതോടെ ഈ ചർച്ച നടത്തി മുന്നോട്ട് പോകണം എന്ന ഒരു നിലപാടാണ് ജർമ്മനി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ട്. അതേസമയം ഈ അവസരത്തിൽ ചർച്ച നടക്കേണ്ട ആവശ്യം ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം അമേരിക്കയിൽ ഇനി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളൊക്കെ അതീവ മൂർധന്യതയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായും സൈനികമായും ഒക്കെയുള്ള ഇടപെടലുകൾക്ക്, നിലപാടുകൾക്ക് അത് കൈക്കൊള്ളാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊടുന്നനെ ഒരു രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ
അവിടുത്തെ ഈ രണ്ട് മുന്നണികൾക്കും, റിപ്പബ്ലിക്കന്മാർക്കും ഡെമോക്രാറ്റുകൾക്കും പ്രയാസമുണ്ടാക്കുന്ന സമയമാകും എന്നതിനാൽ റഷ്യ ഈ അവസരം മുതലെടുത്ത് ഉക്രൈനെ ആക്രമിച്ചാൽ അത് ഉക്രൈനെ സാരമായിട്ട് തന്നെ ബാധിക്കും. ഇത് ഉക്രൈൻ തിരിച്ചറിയുന്നുണ്ട്. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ രമ്യതയിലെത്തിയാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ബാധിക്കുക അമേരിക്കയാകും എന്നതും നമ്മൾ ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം ഇസ്രായേൽ, ഇറാൻ, ഗാസ വിഷയങ്ങളിൽ ഇറാനോടൊപ്പം നിൽക്കുന്നത് റഷ്യയാണ്. ഇറാനെ പിന്തുണയ്ക്കുന്നത് തടയിടാൻ റഷ്യയെ അവരുടെ രാജ്യത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടിച്ച് റഷ്യയെ അവിടെ തന്നെ കടിഞ്ഞാനിട്ട് കെട്ടിയിടേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒരിക്കലും അവസാനിക്കരുതെന്ന നിർബന്ധമുള്ള രാജ്യം കൂടിയാണ് അമേരിക്ക. ലോകം അതിൻ്റെ നിർണായക ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏകധ്രുവ ലോകക്രമം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞയെടുത്ത രാജ്യമാണ് റഷ്യ എന്ന് നമ്മളിവിടെ പ്രത്യേകം ഓർക്കണം. അമേരിക്ക കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഏകധ്രുവ രീതിയിൽ ലോകത്തെ നയിക്കുന്നു എന്നും ഇനി അത് നടപ്പിലാവില്ല, ഇനി ദ്വിധ്രുവ രാഷ്ട്ര സങ്കല്പമാണ് ലോകത്ത് മുന്നോട്ട് പോവുക എന്നും റഷ്യ വിശ്വസിക്കുന്നുണ്ട്. റഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന ഭീതിതമായ അവസ്ഥ എത്രയും വേഗം അവസാനിപ്പിക്കേണ്ട ആവശ്യം അതുകൊണ്ട് തന്നെ റഷ്യക്കുമുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് ഇറാനോടൊപ്പം പോലും എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ മറ്റേത് വിഷയത്തിലും പ്രത്യക്ഷത്തിൽ പങ്കുചേരാനും ഇടപെടാനും സാധിക്കുകയുള്ളൂ. ഏതായാലും ഇന്ത്യയുടെ ശ്രമങ്ങൾ ഫലം കാണുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. Waytonikah.com, the exclusive Muslim matrimonial site.